ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഏപ്രിൽ 18. ചുവപ്പ് തുള്ളികൾ. അവൻ്റെ വിയർപ്പ് നിലത്തു വീഴുന്ന വലിയ ചോരത്തുള്ളികൾ പോലെയായി. ലൂക്കോസിൻ്റെ സുവിശേഷം 22 അധ്യായം 44 വാക്യം. ഡച്ച് ആർട്ടിസ്റ്റ് വിൻസെൻ്റ് വാൻ ഗോഗിൻ്റെ ഒലിവ് ട്രീ പെയിൻറ്റിങ്ങുകളിൽ ഒന്നിൻ്റെ ശക്തമായ ബ്രഷ് വർക്കുകളും ചടുലമായ നിറങ്ങളും സ്കോട്ടിഷ് നാഷണൽ ഗാലറിയിലൂടെ നടക്കവേ എന്നെ ആകർഷിച്ചു. ഒലിവുമലയിലെ ഗെത്സമന തോട്ടത്തിൽ വെച്ച് യേശുവിനുണ്ടായ അനുഭവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് അദ്ദേഹം ഈ ചിത്രം രചിച്ചതെന്ന് പല ചരിത്രകാരന്മാരും വിശ്വസിക്കുന്നത്. പെയിൻറ്റിങ്ങിൻ്റെ ക്യാൻവാസിൽ പ്രത്യേകിച്ച് എൻ്റെ ശ്രദ്ധയാകർഷിച്ചത് പുരാതന ഒലിവ് മരങ്ങൾക്കിടയിലുള്ള ചെറിയ ചുവന്ന നിറത്തിലുള്ള ചായങ്ങളാണ്. മലഞ്ചെരുവിൽ വളരുന്ന ഒലിവു മരങ്ങൾ കാരണമാണ് മലയ്ക്ക് ഒലിവുമല എന്ന് പേരുണ്ടായത്. തൻ്റെ ശിഷ്യനായ യൂദ തന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് പ്രവചിച്ച ആ രാത്രിയിൽ യേശു പ്രാർത്ഥിക്കാൻ അവിടേക്ക് പോയി. വിശ്വാസവഞ്ചന തൻ്റെ ക്രൂശീകരണത്തിൽ കലാശിക്കുമെന്നറിഞ്ഞപ്പോൾ യേശു വ്യസനിച്ചു. യേശു പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ വിയർപ്പ് നിലത്തു വീഴുന്ന വലിയ ചോരത്തുള്ളികൾ പോലെയായി. വളരെ കാലം മുമ്പുള്ള ആ ദുഃഖവെള്ളിയാഴ്ചയിൽ ശാരീരികമായി രക്തം ചൊരിയുന്ന ഒരു പരസ്യമായ വധശിക്ഷയുടെ വേദനയ്ക്കും അപമാനത്തിനും തയ്യാറെടുക്കുമ്പോൾ യേശുവിൻ്റെ വേദന തോട്ടത്തിൽ പ്രകടമായിരുന്നു. വാൻ ഗോഗിൻ്റെ പെയിൻറ്റിങ്ങിലെ ചുവന്ന പെയിൻറ്റ് യേശുവിന് പലതും സഹിക്കേണ്ടി വന്നു എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കഷ്ടപ്പാടുകൾ യേശുവിൻ്റെ കഥയുടെ ഭാഗമാണെങ്കിലും അത് മേലിൽ ചിത്രത്തിൽ ആധിപത്യം സ്ഥാപിക്കുന്നില്ല. മരണത്തിന്മേലുള്ള യേശുവിൻ്റെ വിജയം നമ്മുടെ കഷ്ടപ്പാടുകളെ പോലും രൂപാന്തരപ്പെടുത്തുന്നതിനാൽ അത് യേശു സൃഷ്ടിക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ മനോഹരമായ ഭൂപ്രകൃതിയുടെ ഒരു ഭാഗം മാത്രമായി മാറുന്നു. ചിന്തിക്കുക, യേശുവിൻ്റെ കഷ്ടപ്പാടുകൾ നിങ്ങൾ ഓർക്കുന്നത് പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ട്? നിങ്ങൾ കഷ്ടത അനുഭവിക്കുമ്പോൾ യേശുവിൻ്റെ മാതൃക നിങ്ങളെ എങ്ങനെ സഹായിക്കും? ദൈവത്തിന് മഹത്വം.